എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. മറുനാടൻ സ്പെഷ്യൽ ഇന്റർവ്യൂ റൂമിലേക്ക് സ്വാഗതം. ജഗത് ജയപ്രകാശ് ആണ് കൂടെയുള്ളത്. ജഗത് നമസ്കാരം. നമസ്കാരം. ജഗത്, കഴിഞ്ഞ ദിവസമാണ് ട്രംപ് ഇന്ത്യ അടക്കമുള്ള 95 രാജ്യങ്ങൾക്ക് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് തീരുവ ഏർപ്പെടുത്തുന്നു. ഇന്ത്യക്ക് 25% താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതായത് എന്തിനും ഏതിനും താരിഫ് ഏർപ്പെടുത്തുന്ന ഒരു രാഷ്ട്രമായി അമേരിക്ക മാറി എന്നുള്ളൊരു വിവാദങ്ങളൊക്കെ നിലനിൽക്കെ എങ്ങനെയാണ് ജഗത്ത് ഇത് ഇന്ത്യയെ ബാധിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കൺസേൺ. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജഗത്തിന്റെ ഒബ്സർവേഷൻ ആണ് അറിയുന്നത്. ഇതിപ്പം യുഎസ് നമ്മൾ താരിഫ് വാർ പ്രഖ്യാപിച്ചതാണ് നമ്മളിപ്പം കൂടുതലായിട്ട് ആൾക്കാർ ചർച്ച ചെയ്യുന്നത്. പക്ഷെ ഇതിന് പിന്നിലുണ്ടായിരുന്ന യഥാർത്ഥ ഗെയിം പ്ലേ എന്താണെന്ന് ഇവിടെ ആരും ചർച്ച ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ച ശേഷം നമുക്ക് ഇതിനകത്തേക്ക് കടക്കാം. കാരണം 2001 WTO-യിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ ചൈന ചേരുന്നത്, ചൈനയ്ക്ക് അംഗത്വം കൊടുക്കുന്നത്. ബിൽ ക്ലിന്റന്റെ കാലത്ത് ഒരു ഗ്ലോബൽ ലിബറലിസ്റ്റ്, ഒരു ലെഫ്റ്റ് വിങ് അലൈൻഡ് ഗവൺമെന്റ് ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത് യുഎസിൽ. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഡെമോക്രാറ്റ്സ് പൊതുവെ സോഷ്യൽ ഡെമോക്രാറ്റ്സ് ആണ് അറിയപ്പെടുന്നത്. അവർക്ക് കുറച്ച് സോഷ്യലിസ്റ്റ് പോളിസി ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് ക്ലിന്റൺ 8 വർഷം ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് വളരെ ലീനിയന്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ആയിരുന്നു ചൈനയ്ക്ക് വേണ്ടി എടുത്തിരുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചൈനയെ ഓപ്പൺ അപ്പ് ചെയ്യാന്നുള്ള ഒരു പദ്ധതിയായിരുന്നു യഥാർത്ഥത്തിൽ സോഷ്യലിസ്റ്റുകൾക്ക് ഉണ്ടായിരുന്നത് യുഎസിലെ ഈ ഡെമോക്രാറ്റ് സോഷ്യലിസ്റ്റുകൾക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായി അവർ ചൈനയെ കൊണ്ടുവന്നു WTO-യിൽ. പക്ഷെ WTO-യിൽ ചൈനയെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, WTO-യുടെ പഴുതുകൾ, ലൂപ്പ് ഹോൾസ് എല്ലാം ചൈന കറക്റ്റ് ആയിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. അതിനുശേഷം WTO-യിൽ അംഗത്വം എടുത്ത ചൈനയല്ല പിന്നീട് ഒരു 10 വർഷം കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത്. 10 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ചൈന ജർമ്മനിയെ ഓവർടേക്ക് ചെയ്ത് ലോകത്തിലെ ഏറ്റവും വലിയ എക്സ്പോർട്ടിംഗ് നേഷനായിട്ട് 2009 മാറുകയുണ്ടായി. ഒരു 10 വർഷം പോലും എടുത്തില്ല, 9 വർഷം മാത്രമേ എടുത്തിട്ടുള്ളൂ ചൈനയ്ക്ക്. അതീവ ദാരിദ്ര്യ രേഖയിൽ കിടന്ന 67% ആൾക്കാരെ 2010 കൂടി അവര് പുറത്തു കൊണ്ടുവന്ന്. ചൈനയിലെ അതീവ ദാരിദ്ര്യം എന്നുള്ളത് 1% പോലും ഇപ്പൊ ഇല്ല. ഇപ്പോഴത്തെ സാഹചര്യം നോക്കുക, 1% ആൾക്കാർ പോലും ചൈനയിൽ അതീവ ദാരിദ്ര്യത്തിലില്ല. അപ്പൊ ചൈന എങ്ങനെയാണ് ഇത് നേടിയത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, യുഎസിന്റെ നേതൃത്വത്തിൽ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം സംഭവിച്ച ഒരു റൂൾ ബേസ്ഡ് വേൾഡ് ഓർഡറിനെ ചൈന അവരുടെ ഒരു താല്പര്യത്തിനനുസരിച്ച് അത് സാബോട്ടേജ് ചെയ്യുകയാണ് ഉണ്ടായത്. എസ്പെഷ്യലി ട്രേഡായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ. അതായത് US ആൻഡ് വെസ്റ്റിന്റെ ഒരു പവർ ഹൗസ് എന്ന് പറയുന്ന അവരുടെ ടെക്നോളജിക്കൽ അപ്പർ ഹാൻഡ് ആണ്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ് യുഎസിന്റെയും വെസ്റ്റിന്റെയും അപ്പർ ഹാൻഡ്. ആ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ തെഫ്റ്റ് എന്ന് പറയുന്നത് ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസ് ആയിരുന്നില്ല. ചൈനയുടെ ഇന്റേണൽ കൺസപ്ഷനോട് ഒപ്പം തന്നെ ചൈന വെസ്റ്റേൺ വേൾഡിന് വേണ്ടിയിട്ട് മറ്റുള്ള രാജ്യങ്ങൾക്ക് വേണ്ടി ചീപ്പായിട്ട് ഉള്ള ഗുഡ്സ് കയറ്റുമതി ചെയ്യാൻ സാധിച്ചു. അതെങ്ങനെ സാധിച്ചു? അവർക്ക് മാനുഫാക്ചറിങ് ആൻഡ് ടെക്നോളജിക്കൽ മേഖലയിൽ അവർക്ക് അപ്പർ ഹാൻഡ് വന്നു. അത് അപ്പർ ഹാൻഡ് വന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, US കമ്പനീസിന് അല്ലെന്നുണ്ടെങ്കിൽ വേൾഡിലുള്ള മറ്റുള്ള കമ്പനീസിന് ചൈനയിൽ ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചൈനീസ് കമ്പനീസുമായിട്ട് ഒരു കൊളാബറേഷൻ വേണം എന്നുള്ളത് അവരുടെ ഒരു മാർക്കറ്റിന്റെ ഒരു പോളിസി ആയിരുന്നു. ആ പോളിസി അവർ കാര്യമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തു. US കമ്പനീസും മറ്റുള്ള യൂറോപ്യൻ കമ്പനീസും ചൈനയിൽ വന്ന് ജോയിന്റ് വെഞ്ചർ തുടങ്ങി ഓപ്പറേറ്റ് ചെയ്ത സമയത്ത് ഈ കമ്പനികളെ IP ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അടിച്ചു മാറ്റുകയും അതിൽ നിന്നുണ്ടാക്കുന്ന മറ്റുള്ള കമ്പനികൾ ഈ പ്രോപ്പർട്ടി തെഫ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ചീപ്പ് റെപ്ലിക്കാസ് ഉണ്ടാക്കി ലോകത്തിന്റെ മാർക്കറ്റിലെ ഒരു ഫ്ലഡ് ഗേറ്റ് തുറന്നു വിടുകയാണ് ചൈന ചെയ്തത്. അതിനോടുകൂടി തന്നെ WTO എന്തിനു വേണ്ടിയിട്ടാണോ ഫൗണ്ട് ചെയ്തത് അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ ആ ഒരു ബഹുമാനവും എല്ലാവർക്കും നഷ്ടപ്പെട്ടു. കാരണം WTOയുടെ എല്ലാ നിയമങ്ങളും ചൈന സാബോട്ടേജ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് അതൊരു എസ്കലേറ്റ് ചെയ്ത് 20 വർഷത്തിന്റെ എസ്കലേഷന്റെ ഭാഗമായിട്ടാണ് UN എന്ന് പറയുന്നുള്ള ആ ഒരു ഏജൻസിയെയും ചൈന ഹൈജാക്ക് ചെയ്തു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. നമ്മളെല്ലാവരും അത് കണ്ടതാണ്. കോവിഡ് വന്ന സമയത്ത് WHO-യൊക്കെ ഏത് രീതിയിലാണ് ചൈനീസ് പ്രൊപ്പഗണ്ട പുഷ് ചെയ്യുന്നുള്ളത് നമ്മളെല്ലാം കണ്ടതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ബ്രോഡർ ഗെയിമിന്റെ ഭാഗമായിട്ട് ചൈന ഈസ് ട്രൈങ് ടു പ്ലേ ദ ഗ്ലോബൽ ഗെയിം ബൈ മാനിപ്പുലേറ്റിംഗ് ദ വേൾഡ് ഓർഡർ. അതിന്റെ അത് മനസ്സിലാക്കിയ ശേഷം ഇപ്പം US ഒരു പ്രൊട്ടക്ഷനിസം എന്നുള്ള ഒരു മാർഗത്തിലേക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് അവര് ഇപ്പോ ഈ ബ്ലാങ്കറ്റ് ആയിട്ടുള്ള താരിഫ്, അതിപ്പോ ഇന്ത്യക്ക് മാത്രമല്ല എല്ലാ രാജ്യങ്ങൾക്കും ബ്ലാങ്കറ്റ് ആയിട്ട് താരിഫ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൽ പ്രധാനമായിട്ട് യുഎസിന്റെ ട്രേഡ് പാർട്ട്നേഴ്സ് പറയുന്നത് യുഎസിന്റെ ട്രേഡ് പാർട്ട്നേഴ്സ് പറയുന്നത് യൂറോപ്യൻ യൂണിയൻ ആണ്. യൂറോപ്യൻ യൂണിയനിട്ട് നല്ലൊരു പണി കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് ട്രംപ് കൊടുക്കുന്നുണ്ടായിരുന്ന അവിടെ ഒരു ബ്യൂറോക്രാറ്റിക് സെറ്റപ്പാണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്. അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളൊന്നും യൂറോപ്യൻ യൂണിയനിലില്ല. ആ രാജ്യങ്ങൾ ഇൻഡിവിജ്വലായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട പാർട്ടികൾ ഭരിക്കുന്നുണ്ടെങ്കിലും യൂണിയനകത്ത്
അതിനകത്ത് ഒരു ബ്യൂറോക്രാറ്റിക് സെറ്റപ്പാണ്. അപ്പൊ ആ ബ്യൂറോക്രാറ്റിക് സെറ്റപ്പിനെ വരുതിക്ക് വരുത്താൻ ട്രംപിന് കഴിഞ്ഞു. ഒരു ഹാൻഡ് ഷേക്ക് വിത്ത് എ ട്വിസ്റ്റ് എന്ന് പറയുന്ന പോലെ പിടിച്ച് കൈ തിരിക്കുന്ന പരിപാടിയാണ്. പക്ഷെ നമുക്ക് കാണുമ്പോൾ വിചാരിക്കുന്നത് ഹാൻഡ് ഷേക്ക് ആണെന്ന്, പക്ഷെ അത് യഥാർത്ഥത്തിൽ കൈ പിടിച്ച് തിരിക്കുവാണ്. അപ്പോൾ യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചിടത്തോളം സുരക്ഷാപരമായിട്ടും മറ്റുള്ള മേഖലയിലും US-ഉമായിട്ട് ഒരിക്കലും അവരുടെ ബന്ധം വിച്ഛേദിക്കാൻ പറ്റാത്ത സാഹചര്യം നിൽക്കുന്നിടത്തോളം കാലം യൂറോപ്പിന് ഈ അമേരിക്ക പറയുന്ന വഴി കേട്ടേ മനസ്സിലാവും. ചൈനയെ സംബന്ധിച്ചോളം ചൈന ഒരു വേറൊരു രീതിയിൽ ഗെയിമാണ് US-ഉമായിട്ട് എടുക്കുന്നത്. കാരണം US-ന്റെ എല്ലാ വിധത്തിലുള്ള കൺസ്യൂമർ മാർക്കറ്റിനെ വേണ്ടിയുള്ള എല്ലാ പ്രൊഡക്ട്സും ചൈനയാണ് കൊടുക്കുന്നത്. അപ്പം ചൈനയുമായിട്ട് കുറച്ച് ഒരു ടസിൽ നടക്കുന്നുണ്ട്. ചൈന അതിനെ ഇനി എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ഇനി നോക്കേണ്ടത്. അപ്പൊ പിന്നെ ഉള്ളത് ഒരു വലിയ പ്ലെയർ എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഒബ്വിയസ്ലി ഇന്ത്യയുടെ മാർക്കറ്റ് US-നെ സംബന്ധിച്ചിടത്തോളം അവർ ഐ ചെയ്തിട്ട് കുറെ നാളായി. കാരണം നമ്മളും ഒരു പ്രൊട്ടക്ഷനിസ്റ്റ് എക്കണോമി ആയിരുന്നു. 1991 സോവിയറ്റ് യൂണിയൻ തകർന്ന ശേഷമാണ് നമുക്ക് എക്കണോമിക് ലിബറേഷൻ കിട്ടിയതും നമ്മുടെ മാർക്കറ്റ്സ് ഒട്ടുമിക്ക മേഖലകളിലും കാർഷികം, ബാങ്കിങ് തുടങ്ങിയ കുറച്ച് മേഖലകളിൽ ഒഴിച്ച് ബാക്കി എല്ലാ മേഖലകളിലും നമ്മൾ ഓപ്പൺ അപ്പ് ചെയ്യുകയാണ് ഉണ്ടായത്, എസ്പെഷ്യലി വെസ്റ്റേൺ വേൾഡിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ സംഭവിച്ച സമയത്ത് യൂറോപ്പിനെയും അമേരിക്കയും നമ്മൾ സ്വീകരിച്ചു. ബട്ട് വിത്ത് സ്കെപ്റ്റിറ്റിസം ആണ് നമ്മൾ സ്വീകരിച്ചത്. ഒരു കണ്ടീഷണൽ ബേസിസിൽ മാത്രമേ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ബട്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യം വന്നപ്പോഴത്തേക്ക് US-ന്റെ ഒരു പ്രത്യേക ഒരു താല്പര്യം എന്ന് വെച്ചാൽ അവരുടെ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള അവർക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരു വസ്തുതയാണ്. അപ്പൊ അതിനകത്ത് തന്നെ ഡയറി പ്രോഡക്ട്സ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ് ആണ് US ഏറ്റവും കൂടുതൽ സബ്സിഡൈസ് ചെയ്യുന്ന രണ്ട് എൻറ്റിറ്റി. അതായത് US-ലെ കോൺ പ്രോഡക്ട്സ്, ചോളം വെച്ചുണ്ടാക്കുന്ന പ്രോഡക്ട്സ്, അത് കോൺ മീൽ ആണെങ്കിൽ ശരി, കോണിൽ നിന്ന് ഉണ്ടാക്കുന്ന മറ്റുള്ള റെഡിമെയ്ഡ് ഫുഡാണ് കോൺഫ്ലോറോ, അല്ലെന്നുണ്ടെങ്കിൽ എത്തനോൾ അല്ലെ കോൺ ഓയിൽ, ഇങ്ങനത്തുള്ള പല ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ആണ് കോണിൽ നിന്ന് US ഉൽപ്പാദിപ്പിക്കുന്നത്. US-ന്റെ ഒരു ഓൾമോസ്റ്റ് സർപ്ലസ് പ്രൊഡക്ഷൻ ആണ് കോൺ. നമുക്ക് എങ്ങനെയാണ് വീറ്റ് സർപ്ലസ് പ്രൊഡക്ഷൻ ഉള്ളത്, അതുപോലെ തന്നെ കോണും US-ന് സർപ്ലസ് പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പൊ ആ കോൺ എങ്ങനെ ഇന്ത്യ പോലുള്ള രാജ്യത്തേക്ക് കയറ്റിവിടാം. അപ്പം അതിനെപ്പറ്റി ചിന്തിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ് നമ്മൾ അലോ ചെയ്യത്തില്ല. നമ്മളെ തന്നെ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച കോർപ്പുകളാണ് നമ്മളിവിടെ കൂടുതലായിട്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പം അതിന്റെ കൂടെ തന്നെ നമ്മളുടെ ഈ ഡയറി മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ അസംഘടിത മേഖലയിൽ വർക്ക് ചെയ്യുന്ന, കോഓപ്പറേറ്റീവ് സഹകരണ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് നമ്മുടെ ഡയറി മാർക്കറ്റ്, അല്ലെങ്കിൽ മിൽക്ക് പ്രൊഡക്ഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട്. അമുൽ പോലുള്ള കമ്പനികൾ അല്ലെങ്കിൽ മിൽമ പോലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികളാണ് ഇന്ത്യയിൽ മിൽക്ക് മാനുഫാക്ചർ ചെയ്യുന്നതും മാർക്കറ്റ് ചെയ്യുന്നതും. അമേരിക്കയും ഇന്ത്യയും വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അമേരിക്കയിലെ ഡയറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഹൈലി സബ്സിഡൈസ്ഡ് ബൈ ദ ഗവൺമെന്റ് ആണ്. അവർക്ക് അതിന് കാലാകാലങ്ങളായിട്ട് അവർ പരിശോധിച്ച ശേഷം അവിടെ ഒരു ഫാം ബില്ലുണ്ട്. നമ്മൾ നോക്കിയാൽ US ഫാം ബിൽസ് എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും അതിനകത്ത് എന്താണ് അവർ എങ്ങനെയാണ് ഇത് സബ്സിഡൈസ് ചെയ്യുന്നതെന്ന്. പക്ഷെ ഇന്ത്യയിൽ ഡയറി എന്ന് പറയുന്നത് നമ്മൾ സബ്സിഡൈസ് ചെയ്യുന്നതല്ല. അങ്ങനെയുള്ള ഒരു ഫണ്ടമെന്റൽ ഒരു ഗെയിം ഡിഫറൻസ് ഇരിക്കുന്ന സമയത്ത് ഒരു ഹെവിലി സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വേറൊരു മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ട് ആ മാർക്കറ്റിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യാൻ ഇന്ത്യ ഗവൺമെന്റ് ഒരിക്കലും സമ്മതിക്കത്തില്ല. അത് മാത്രമല്ല, ഈ കാർഷിക ബില്ല് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ച സമയത്ത് വളരെ വലുതായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ബാക്ക്ലാഷ് അന്ന് മോദി ഗവൺമെന്റിന് ഉണ്ടായതിനു ശേഷം ഒരിക്കലും നമ്മുടെ പ്രൈമറി സെക്ടറായ കാർഷിക മേഖലയിൽ കൈവെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ഇപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്റ്റേൺ ആയിട്ടുള്ള ഒരു പൊസിഷൻ എടുത്തിട്ടുള്ളത്. US-ന്റെ പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി WTO പോലുള്ള അങ്ങനത്തെ ബ്ലാങ്കറ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷന് വെച്ച ശേഷം ട്രേഡ് നെഗോസിയേഷൻ ഒന്നുമില്ല. ഇനിയെല്ലാം ബൈലാറ്ററൽ റിലേഷൻഷിപ്പുകളാണ്. രണ്ടുപേര് ഒരു മേശയുടെ അപ്പുറം സംസാരിക്കുക, അവരുടെ ടേംസ് സംസാരിക്കുക, അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് പോവുക എന്നുള്ള മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് ഇന്ത്യക്ക് ഒരു ലോങ് ടൈമിൽ ഒരു വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കില്ലേ ജഗത്? അങ്ങനെ ഒരു ആശങ്ക കൂടിയില്ലേ? പല വിദഗ്ധരും അങ്ങനെ തന്നെ അഭിപ്രായപ്പെടുന്നുമുണ്ട്. അതൊരു ഷോർട്ട് ടൈം ഇമ്പാക്ട് എന്നുള്ള രീതിയിൽ നമ്മുടെ GDP-ക്ക് അകത്ത് ഒരു 0.02 to 0.04% വരെ ഒരു കുറവ് സംഭവിക്കാമെന്നാണ് പൊതുവെ സാമ്പത്തിക വിദഗ്ധന്മാർ പറയുന്നത്. അത് ഓൾമോസ്റ്റ് ശരിയാണ്. കാരണം നമ്മൾ ഇവിടുന്ന് ഹെവി ആയിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്ട്സ്, എസ്പെഷ്യലി തുണിത്തരങ്ങൾ ഒരു വലിയ പ്രോഡക്റ്റ് ആണ് US-ൽ. ഇപ്പൊ തന്നെ US-ലെ വാൾമാർട്ട് പോലുള്ള വലിയ സ്ഥാപനങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരുന്ന തുണികളുടെ എല്ലാം വിലകൾ മാറ്റുന്നതായിട്ട് ഇപ്പം പല വീഡിയോസും ഇപ്പം വന്നിട്ടുണ്ട്. അപ്പം നമുക്കത് ഇൻസ്റ്റാഗ്രാമിനകത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റി. വാൾമാർട്ടിനകത്തൊക്കെ $10, $15 വിറ്റുകൊണ്ടിരുന്ന സാധനങ്ങൾ ഇപ്പം $18, $20, 25%, 30% എല്ലാ സാധനത്തിനും വില കൂടിയിട്ടുണ്ട്, എസ്പെഷ്യലി ക്ലോത്ത്. പിന്നെ വില കൂടാൻ ചാൻസ് ഉള്ള സാധനങ്ങൾ എന്താ വെച്ചാൽ ജ്വല്ലറി ഐറ്റംസ് ഇന്ത്യയിൽ നിന്ന് പോകുന്നുണ്ട് US-ലോട്ട്. അത് എത്രത്തോളം ഒരു കൺസ്യൂമർ ഗുഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഒരു തുണിത്തരങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള പ്രോഡക്ട്സ് പോലെ
ചിലപ്പം അത്ര ഇമ്പാക്ട് വന്നില്ലെങ്കിൽ പോലും ഇന്ത്യയിൽ നിന്ന് അത് കയറ്റുമതി ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഡ്യൂസേഴ്സിന് വലിയ ഇമ്പാക്ട് ഉണ്ടാകും. ഇപ്പൊ തന്നെ പല പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്തും ഹോൾഡ് ചെയ്യാൻ, ഓർഡേഴ്സ് എല്ലാം ഹോൾഡ് ചെയ്യാനായിട്ട് ഉള്ള ഒരു നിർദ്ദേശം കിട്ടിയെന്നാണ് ഒരു കുറച്ച് അൺഒഫീഷ്യൽ ആയിട്ടുള്ള കുറച്ച് റിപ്പോർട്ട്സ് ഇപ്പം വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വന്ന് നോക്കുക കഴിഞ്ഞാൽ നമ്മുടെ എസ്പെഷ്യലി തിരുപ്പൂര് പോലുള്ള, അല്ലെന്നുണ്ടെങ്കിൽ കേരളത്തിൽ തന്നെ കിറ്റെക്സ് പോലുള്ള വലിയ കമ്പനി, കിറ്റെക്സ് എന്ന് പറയുന്ന കമ്പനി വാൾമാർട്ടിന്റെ തന്നെ ഒരു വലിയ ഒരു സപ്ലയർ ആണ്. അപ്പൊ അവരെയൊക്കെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് ഇനി കണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. പിന്നെ മറ്റുള്ള ഗുജറാത്ത്, സൂറത്ത് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള വലിയ തുണിത്തരങ്ങളൊക്കെ കയറ്റുമതി ചെയ്യുന്ന എക്സ്പോർട്ടേഴ്സിനേക്ക് ഇത് ഏത് വിധത്തിൽ ബാധിക്കും എന്നുള്ളത് ഇപ്പം നമുക്ക് പറയാൻ സാധിക്കത്തില്ല. പിന്നുള്ളത് മെഡിക്കൽ ഫാർമ പ്രോഡക്ട്സ് ആണ്. ജനറിക് ഡ്രഗ്സിന്റെ ഏറ്റവും വലിയ എക്സ്പോർട്ടർ ആണ് ഇന്ത്യ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് US-ലുള്ള കസ്റ്റമേഴ്സിന് അത് ബുദ്ധിമുട്ടുണ്ടാക്കി. 25% താരിഫ് വരുന്നതോടുകൂടി തന്നെ 25% അവിടെ മരുന്നുകൾക്ക്, ജനറിക് മരുന്നുകൾക്ക് വില കൂടുമെന്നാണ് പൊതുവെ ഉള്ള ഒരു അമേരിക്കയിൽ നിന്ന് തന്നെയുള്ള ഒരു വികാരം ഇപ്പം വരുന്നത്. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു സാഹചര്യത്തിൽ വെക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് US കസ്റ്റമേഴ്സിനെ ആയിരിക്കും കൂടുതൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ബാധിക്കാൻ പോകുന്നത്. കാരണം ഇപ്പൊ തന്നെ അതിൻ്റെ ഉള്ള പ്രശ്നങ്ങൾ നമ്മൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് നമുക്ക് കണ്ടു കഴിഞ്ഞു. ഇനി ഇന്ത്യയിൽ സംഭവിക്കുന്നത് എന്താണെന്നുള്ളത് നമുക്ക് ഇനിയിപ്പം US-ലെ പ്രശ്നങ്ങളെ കുറിച്ച് ജഗത്ത് പറയുന്നുണ്ട്. അവിടെ ആഭ്യന്തരമായി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം അടക്കം സംസാരിച്ചതിലൊന്നായിരുന്നു അവിടെയുള്ള ഇല്ലീഗൽ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ടുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. ഒരു ട്രംപ് ഭരണകൂടം അധികാരത്തിലേറിയതിനു ശേഷം ആകെ അജിറ്റേഷൻ ആണല്ലോ ജഗത്ത്. പുറമേ നിന്ന് നോക്കുന്ന സമയത്ത് അങ്ങനെയാണ്. അത് സെറ്റിൽ ആവുന്നതിന് മുന്നേ ഉള്ളൊരു ആളിക്കത്തലാണോ അതോ പ്രതിസന്ധികളാണോ മുഴുവൻ? ട്രംപ് ഒരു നാഷണലിസത്തെ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയായിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അപ്പം അത് വെച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ട്രംപിന്റെ വാക്കുകളെല്ലാം തന്നെ അദ്ദേഹം നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് റാലികളിൽ സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇമിഗ്രേഷന്റെ പുറത്ത് അദ്ദേഹത്തിന് ഒരു കൺട്രോൾ വേണമെന്നുള്ള കാര്യം അതിനകത്ത് നോ ഡൗട്ട്. അതുപോലെ തന്നെ മാർക്കറ്റിനെ സംരക്ഷിക്കുക, അമേരിക്കൻ ജോബ്സ് സംരക്ഷിക്കുക, അമേരിക്കൻ മാർക്കറ്റിനെ സംരക്ഷിക്കുക, അമേരിക്കയിലുള്ള പ്രധാനപ്പെട്ട വലിയ കമ്പനികളെ പൂട്ടിപ്പോവാതെ നോക്കുക തുടങ്ങിയതൊക്കെയാണ് ട്രംപിന്റെ ലക്ഷ്യം. ഇപ്പൊ തന്നെ നമ്മൾ എല്ലാവരും കണ്ടതാണ്, ആ ബോയിങ് വിമാനം ക്രാഷായി കുറേയധികം പേര് ഇവിടെ മരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ബോയിങ്ങിനെതിരെ ഒരു വലിയ ഒരു വികാരമൊന്നും അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോഴും വന്നിട്ടില്ല. കാരണം ലോകത്ത് തന്നെ ആകെ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ് ഉണ്ടാക്കുന്ന 2 കമ്പനികളുള്ളൂ, ബോയിങ് എയർബസ്. അപ്പം ബോയിങ് പൂട്ടിപ്പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അമേരിക്കയ്ക്ക് ഇറ്റ് ഈസ് ടു ലാർജ് ടു ഫെയിൽ ആണ്. നമ്മൾ സോവിയറ്റ് റഷ്യയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, അവിടെ എല്ലാം ഗവൺമെന്റിന്റെ കൺട്രോളിലായിരുന്നു ഉണ്ടായിരുന്നത്. വലിയ കമ്പനികളെല്ലാം ഗവൺമെന്റ് തന്നെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. സോവിയറ്റ് റഷ്യയുടെ പതനത്തിന് ശേഷം പല കമ്പനികളും പ്രൈവറ്റ് ഇക്വിറ്റി ആയി മാറി, അല്ലെ പല കമ്പനികളും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ ലിസ്റ്റ് ചെയ്തു. പക്ഷെ US-നെ സംബന്ധിച്ചുള്ള ഒരു വലിയ മാർക്കറ്റ് എക്കണോമി ആയിരിക്കുന്ന കൂടെ തന്നെ ഈ വലിയ കമ്പനികളെല്ലാം തന്നെ ഒരു പബ്ലിക് ആയിട്ട് സ്റ്റോക്കുകൾ ട്രേഡ് ചെയ്യുന്ന ഒരു കമ്പനീസ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ബോയിങ് ആണെങ്കിലും ഇന്റൽ ആണെങ്കിലും മൈക്രോസോഫ്റ്റ് പോലുള്ള വലിയ വലിയ കമ്പനികളൊക്കെ ആണെങ്കിൽ ഇവർക്കൊക്കെ എന്ന് വെച്ചാൽ US-ന്റെ ആ ഒരു സോഫ്റ്റ് പവർ ആണ് ഇവരുടെ കയ്യിലുള്ളത്. അപ്പൊ ആ കമ്പനികളൊക്കെ ഏത് വിധേനയും പിടിച്ചു നിർത്തേണ്ടത് US-ന്റെ ഗവൺമെന്റിന്റെ തന്നെ ഒരു ഉത്തരവാദിത്വമാണ്. കാരണം US ഗവൺമെന്റ് ബിസിനസ്സുകളൊന്നും ഓടിക്കുന്നില്ല, പക്ഷെ US ഗവൺമെന്റിന് വേണ്ടിയിട്ട് ബിസിനസ്സുകൾ ഓടിക്കുന്നത് തന്നെ അവിടുത്തെ ജനങ്ങളുടെ ആണ് ഇതിനെല്ലാം ഫണ്ട് ചെയ്യുന്നത്. അവർ സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്താണ് ഈ കമ്പനികളെല്ലാം ഓടുന്നത്. അപ്പൊ അങ്ങനത്തെ കമ്പനികളൊക്കെ പെട്ടെന്ന് പൂട്ടിപ്പോവോ പൊളിഞ്ഞു പോകുക എന്നൊക്കെ US പൊളിയുന്നതിന് തുല്യമായി പോകും. അപ്പൊ അത് കാരണം ഇങ്ങനത്തെ ഒരു കമ്പനികളും പൊളിയാൻ ട്രംപ് സമ്മതിക്കത്തില്ല, അല്ലെ ട്രംപ് എന്നല്ല അവിടുത്തെ ഭരണാധികാരി ഒരിക്കലും ഇത് സമ്മതിക്കില്ല. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ അങ്ങനത്തെ നിർഭാഗ്യവശാൽ അങ്ങനെയുള്ള വലിയ കമ്പനികളൊന്നും ഇല്ല. ടു ലാർജ് ടു ഫെയിൽ ആവപ്പെട്ട വലിയ കമ്പനി ഇവിടെ ഉള്ള എല്ലാ ബാങ്കുകളും ഗവൺമെന്റിന്റെയാണ്. ഇപ്പൊ SBI എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് 51% ഗവൺമെന്റിനാണ്, 49% മാത്രമേ ഉള്ളൂ മാർക്കറ്റിൽ പണമുള്ളത്. പിന്നുള്ളത് അംബാനി, അദാനി എന്നൊക്കെ പറയുന്ന പോലത്തുള്ള കുറച്ച് ആൾക്കാരാണ്. അവരൊന്നും വലിയ ടെക് കമ്പനികളൊന്നും നടക്കുന്നില്ല. അവർ ട്രേഡിംഗ് അല്ലെന്നുണ്ടെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ബേസിസ് ആയിട്ടുള്ള ബിസിനസ്സുകളൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത്, അവർ നടത്തുന്നത്. അവരുടെ ബിസിനസ്സുകളെല്ലാം തന്നെ ഇന്ത്യക്ക് അകത്ത് ഓടുന്ന ബിസിനസ്സുകളാണ്. ഇന്ത്യക്ക് പുറത്തോട്ടൊന്നും അവർക്ക് വലുതായിട്ടൊന്നും റോളുകളില്ല. പക്ഷേ US കമ്പനി നോക്കിക്കഴിഞ്ഞാൽ അങ്ങനല്ല, അല്ലെ യൂറോപ്യൻ കമ്പനികൾ നോക്കിക്കഴിഞ്ഞാൽ, ജാപ്പനീസ് കമ്പനി നോക്കിക്കഴിഞ്ഞാൽ അങ്ങനൊന്നുമല്ല. അവരുടെ അകത്തുള്ള ബിസിനസിന്റെ എത്രയോ 10 മടങ്ങ് ഇരട്ടികളാണ് അവര് ബിസിനസ് നടത്തുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ US-ന്റെ സോഫ്റ്റ് പവർ ആയിട്ട് നിൽക്കുന്നതാണ് ഇങ്ങനത്തുള്ള കമ്പനീസിനെല്ലാം. അപ്പൊ ഈ കമ്പനീസിന്റെ എല്ലാം താല്പര്യം രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അവരെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട്, എസ്പെഷ്യലി US-ലെ ഓട്ടോ മാനുഫാക്ചേഴ്സിനെ വളരെ നല്ല രീതിയിൽ ട്രംപ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ലോകത്തിൽ തന്നെ ഓട്ടോ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ഒരു വലിയ പ്രോബ്ലത്തിലാണ് ഇപ്പോൾ ഓടുന്നത്. കാരണം ഇലക്ട്രിക്കിലോട്ട് മാറണോ, അല്ലെ ഹൈബ്രിഡ് വേണോ, അല്ലെ ഫ്യൂവൽ സെൽ വെച്ചുള്ള ഹൈഡ്രജൻ കാറുകൾ ആണോ, ഈ എല്ലാ കാര്യത്തിലും ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആണ്. പല കമ്പനികളും ഇലക്ട്രിക് കാറുകളൊക്കെ ഉണ്ടാക്കാൻ നോക്കിയ ശേഷം പരാജയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത്. എസ്പെഷ്യലി ഫോക്സ് വാഗൻ പോലുള്ള കമ്പനികളെല്ലാം
വലിയ ക്രൈസിസിലാണ്. അവരുടെ ചില ഫാക്ടറികൾ തന്നെ ചൈനക്കാർക്ക് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ചില ആലോചനകൾ. കാരണം ഫോസ്ഫാഗിന്റെ 30% ഓൺ ചെയ്യുന്ന ജർമ്മൻ ഗവൺമെന്റ് ആണ്. അപ്പൊ അങ്ങനത്തുള്ള സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ട്രംപിനെ സംബന്ധിച്ച് US ഇനി ഒരു ഒരു ഫെയിൽ എന്ന് ഉള്ളതിനെ അതിനെ ഇനി ഒരിക്കലും താങ്ങാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അത് മനസ്സിലായി. അതുകൊണ്ട് അഗ്രസീവായിട്ട് അദ്ദേഹം മാർക്കറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളാണ് ഇപ്പൊ സ്വീകരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ ഭാവിയിൽ ഇതെങ്ങനെ അൺഫോൾഡ് ആവും എന്നുള്ള കാര്യമാണ് നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടത്. കാരണം നമ്മൾ ഒരു ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥിതിയിൽ ഒരു മാർക്കറ്റിനെ ഇങ്ങനെ ഒരു ഭരണാധികാരികൾക്ക് എത്ര നാൾ ഇങ്ങനെ പിടിച്ചു നിർത്താനും പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ സാധിക്കും? എസ്പെഷ്യലി ക്യാപിറ്റലിസം ആണ് അവിടെയുള്ള സമ്പദ് വ്യവസ്ഥ. അങ്ങനെ ഒരിക്കലും പോസിബിൾ അല്ലല്ലോ. അത് ഞാൻ പറഞ്ഞില്ല, ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദർ ഇസ് നോ സൊല്യൂഷൻസ്, ഓൺലി ട്രേഡ് ഓഫ്. അത് അദ്ദേഹം തോമസ് ഓവൽ എന്ന് പറഞ്ഞ ഒരു എക്കണോമിസ്റ്റ്, ചിക്കാഗോ സ്കൂൾ ഓഫ് എക്കണോമിസ്റ്റിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ബേസിക് എക്കണോമിക്സ് എന്ന പുസ്തകത്തിനകത്ത് അദ്ദേഹം സൂചിച്ചിട്ടുണ്ട് വളരെ വിശദമായിട്ട് തന്നെ എങ്ങനെയാണ് നമ്മളെ മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ മാർക്കറ്റ് തിരിച്ചടിക്കുന്നതിനെ പറ്റി അദ്ദേഹം വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 1930 വന്ന ഗ്രേറ്റ് ഡിപ്രഷന്റെ ആ ഒരു കാരണമായത് തന്നെ ഒരു സ്മൂത്ത് ആൻഡ് ഹോളി എന്ന് പറഞ്ഞിട്ട് ഒരു ടാരിഫ് ആക്ട് ആയിരുന്നു അതിന് പ്രധാനമായിട്ട് കാരണമായിട്ട് വന്നത്. ഇപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട അമേരിക്കയിലെ ചില എക്കണോമിക് കൺസർവേറ്റീവ് മാധ്യമങ്ങൾ അല്ലെ ഫ്രീ മാർക്കറ്റ് പോളിസീസിനെ സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണോ US പോകുന്നതെന്ന് പോലും പലരും അതിശയപ്പെടുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ള അതിശയപ്പെട്ടു കഴിഞ്ഞാൽ എക്കണോമിസ്റ്റുകൾക്ക് തെറ്റും എന്ന് നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാൻ പറ്റില്ല. കാരണം അതിനിപ്പോ വെയിറ്റ് ചെയ്ത് നമുക്ക് ഇരുന്നാലേ നമുക്ക് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. എസ്പെഷ്യലി ഇപ്പൊ ഈ വലിയൊരു താരിഫ് യുദ്ധം നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു പോലെ ഇപ്പൊ ചൈനയായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യ ആയിട്ടാണെങ്കിലും യൂറോപ്യൻ യൂണിയനും അത്ര വലിയൊരു താരിഫ് വാർ വരുമ്പോഴത്തേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ഈ രണ്ട് രാജ്യങ്ങളെ ജനങ്ങളെ അത് ബാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇപ്പൊ ഇല്ല. എസ്പെഷ്യലി US പോലുള്ള ഒരു കൺസ്യൂമർ മാർക്കറ്റില് അത് ഇത്രയും പ്രൊഡക്ട്സ് അവർ കൺസ്യൂം ചെയ്യുന്ന ഒരു സാഹചര്യം വരുമ്പോഴത്തേക്ക് അവർ പ്രൊഡക്റ്റിന് എത്രത്തോളം കൺസ്യൂം ചെയ്യുന്നു, ഒന്നുകിൽ അത് അവർ കുറയ്ക്കാനേ പറ്റൂ. കുറച്ചു കഴിഞ്ഞാൽ തന്നെ അത് ആഭ്യന്തര വിപണിയെ ബാധിക്കും. അതും അവിടെ ഒരു സാമ്പത്തിക റിസഷന് കാരണം. ഇപ്പൊ മരുന്ന് പോലത്തുള്ള സാധനം ഒന്നും കഴിക്കാതിരിക്കാൻ പറ്റാത്ത കാരണം ആൾക്കാർ ഇത്ര വില കൂടിയാലും അത് വാങ്ങിച്ച് കഴിക്കും. പക്ഷെ ആ സമയമാകുമ്പോഴത്തേക്ക് അവർ വിചാരിക്കും മരുന്ന് എനിക്ക് കൂടുതൽ പൈസ കൊടുക്കില്ല, അതുകൊണ്ട് ഞാൻ ഒരു ടീഷർട്ട് കുറച്ച് വാങ്ങിക്കാന്ന് വിചാരിച്ചു. അതേപ്പം നടക്കത്തുള്ളൂ. ദർ ഇസ് നോ സൊല്യൂഷൻ, ഓൺലി ട്രേഡ് ഓഫ്. മനസ്സിലാവുന്നു. എന്തായാലും ഇപ്പോൾ അമേരിക്ക എന്നല്ല ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന താരിഫ് വാർ അത് ഇന്ത്യയെ കൂടി വലിയ രീതിയിൽ ഡയറക്റ്റായിട്ട് ബാധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും വ്യക്തിപരമായ സൗഹൃദമൊക്കെ ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ച ഒരു രാജ്യത്തിനെതിരെ തന്നെ വരുമ്പോ ഇവിടെ ട്രംപിനോട് ആദ്യം അനുകൂലിച്ചിരുന്ന പല ആളുകളെ ഇപ്പോൾ പ്രതികൂലിക്കുന്ന അവസ്ഥ കൂടിയാണ് ഉള്ളത്. ഇന്ത്യക്ക് ഇത് പിടിച്ചു നിൽക്കാൻ സാധിക്കും, വലിയ പരിക്കുകളില്ലാതെ ഇന്ത്യ ഇത് കടന്നു പോകുമെന്നാണ് അറിയേണ്ടത്. പക്ഷെ ഇപ്പം ടു ഏർലി ടു എന്താ പറയാ, അത് എന്താണ് നടക്കാൻ പോകുന്നത് നമുക്കൊരു ഒപ്പീനിയനിലേക്ക് എത്താൻ സാധിക്കില്ല, കണ്ടറിയേണ്ടതുണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ ജെ? അതെ, ട്രംപിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ട്രംപ് ട്രാൻസാക്ഷനിൽ മാത്രം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിനകത്ത് എത്തിക്സ് എന്നോ മോറൽസ് എന്നോ ഉള്ള കാര്യങ്ങളൊന്നും അദ്ദേഹത്തിനില്ല. അദ്ദേഹം ഒരു പക്കാ ബിസിനസ്മാൻ ആണ്. ട്രംപിന്റെ ഹിസ്റ്ററി പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ട്രംപ് എങ്ങനെയാണ് ഈ ഒരു പൊസിഷനിൽ എത്തിയെന്നുള്ളത്. ഇടയ്ക്ക് വെച്ച് അദ്ദേഹം ബാങ്ക്രപ്റ്റ് ആയിട്ട് കടക്കാരനായിട്ട് അദ്ദേഹത്തിന്റെ കമ്പനികളെല്ലാം തന്നെ ഇൻസോൾവൻസി എത്തിയ ഒരു സമയത്ത് നിന്ന് അദ്ദേഹം വീണ്ടും മില്യണറിലേക്ക് അല്ലെ ബില്യണറിലേക്ക് അദ്ദേഹം കുതിച്ചുയർന്ന് ഇന്നിപ്പോ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ട് രണ്ടാമത്തെ തവണ വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പല കാര്യങ്ങളും ജീവിതത്തിൽ അക്കംപ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു മറ്റുള്ള രീതിയിലുള്ള ഒരു റെപ്ലിക്കേഷൻ ആയിരിക്കും അദ്ദേഹം ഈ ഒരു രണ്ടാമത്തെ ടേമിൽ പ്രസിഡന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ ചെയ്യുന്നെന്ന് വേണം നമ്മൾ ശ്രദ്ധിക്കാൻ. കാരണം ട്രംപ് ഒരു റൈറ്റ് വിങ് എക്കണോമിക്സിന്റെ ആളാണെന്നാണ് പൊതുവെ ഉള്ള ഒരു ഇതെങ്കിലും, പക്ഷെ അദ്ദേഹം ഇപ്പം ചെയ്യുന്നതെല്ലാം ഒരു പോപ്പുലിസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം ചെയ്യുന്നത്. കാരണം ലോക്കൽ ജോബ്സ് സംരക്ഷിക്കാൻ വേണ്ടി താരിഫ് കൊണ്ടുവരിക എന്ന് വെച്ചാൽ തന്നെ മാർക്കറ്റിനെ അത് മാനിപ്പുലേറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. അതങ്ങനെ പ്രൊട്ടക്ഷനിസം എന്നുള്ള ഒരു ക്ലാസിക് ഒരു സോഷ്യലിസ്റ്റ് ആശയത്തിലോട്ടാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ട്രംപിന് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് തന്നെ ഇതൊരു ഡിലേമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അവരും പോലും ഈവൻ കൺഫ്യൂസ്ഡ് ആണ്, ഇതെന്താണ് ട്രംപ് ഇത് ചെയ്യുന്നത്, ഇത് ബൈഡൻ പോലും ഇങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, അപ്പം ട്രംപ് എന്തിനാണ് ഈ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഇവിടെ കൊണ്ടുവരുന്ന, മാർക്കറ്റിനെ പ്രൊട്ടക്ട് ചെയ്ത്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് പോലെ മാറി എല്ലാവരെയും പിടിച്ച് കൈതിരിച്ച് ഒരു ടേബിളിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഈവൻ ഫ്രണ്ട്ലി നേഷൻസ് ആയിട്ടുള്ള ജപ്പാൻ, സൗത്ത് കൊറിയയ്ക്ക് പോലും ട്രംപ് താരിഫ് നല്ല രീതിയിൽ ചാർജ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മൾ അത്ര ഫ്രണ്ട്ലി ഒന്നും അല്ല US. നമ്മൾ എന്നും ഒരു സ്കെപ്റ്റിസത്തോടുകൂടെയാണ് നമ്മൾ കാണുന്നത്. US എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും
ഫേവറബിൾ ആയിട്ടുള്ള ഒരു രാജ്യമാണെന്ന് നമ്മളുടെ പോപ്പുലേഷന് തീരെ ഒരു വിശ്വാസമില്ല. കാരണം കഴിഞ്ഞ 20 വർഷമായിട്ട് US ഇന്ത്യയുമായിട്ട് അടുക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പുകളും നമ്മളിപ്പോൾ ആണവ കരാർ പോലുള്ള വലിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. US നിന്ന് കുറച്ച് ആയുധങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അതിപ്പം സംഭവിച്ച ഈ ട്രേഡ് വാറിന്റെ ഭാഗമായിട്ട് അത് ഇത്രയും നാള് വെള്ളം കോരിയതെല്ലാം ഇപ്പൊ കലവിട്ട് പൊട്ടിച്ച അവസ്ഥയായിട്ടുണ്ട്. ഇനി US-നെ ഈ ഇന്ത്യയിലുള്ള ഒരു ജനവും വിശ്വസിക്കത്തില്ല. കാരണം ഇനി US-ഉമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു താരിഫിന്റെ പുറത്ത് നമ്മൾ എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പൊളിറ്റിക്കൽ സൂയിസൈഡ് ആയിരിക്കും. അത് മോദി ആയാലും ആരായാലും US-ഉമായിട്ട് ഏതെങ്കിലും രീതിയിൽ നമ്മളൊരു സമവായത്തിന് പോവുകയോ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇംഗിതത്തിനെതിരായിട്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ വല്ല അഗ്രികൾച്ചർ മേഖലയിലോ അല്ലെ ഡയറി പ്രൊഡക്ട്സ് മേഖലയിലോ ഒക്കെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പാർട്ടിയും ആ ഭരണാധികാരികളും ചരിത്രത്തിന് ചവിറ്റുകൊട്ടയിലോട്ട് തന്നെ ജനങ്ങൾ എടുത്തെറിയും അന്ന് വരുത്തിയ ഒരു സംശയമില്ല. കാരണം ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇപ്പോഴും ഒരു 30% ജനങ്ങൾ ഇപ്പോഴും ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെ ജീവിക്കുന്ന ജനങ്ങളുള്ള ഒരു രാജ്യത്ത് ഇതുപോലത്തുള്ള താരിഫ് യുദ്ധമായിട്ടൊക്കെ US വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭരണാധികാരികൾക്ക് അതിനെയൊന്നും ചെറുത്ത് തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് 5-5 വർഷം കൂടുന്ന സമയത്ത് അവർക്ക് തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടതാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഉള്ള വിഷയങ്ങളൊന്നുമില്ല. അവിടെ ഷീ ജിൻപിങ് തന്നെ ചക്രവർത്തിയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്ക് തെരഞ്ഞെടുപ്പിനൊന്നും നേരിടേണ്ട അവസ്ഥയില്ലാത്തതിനാൽ അവർക്ക് എന്ത് പോളിസി വേണമെങ്കിലും എടുക്കാം, ഏത് WTO വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാം. പക്ഷെ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിന് വളരെ ലിമിറ്റേഷൻസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ആ ലിമിറ്റേഷൻസിനുള്ളിൽ നിന്ന് നമ്മളുടെ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുക, ട്രംപിന്റെ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുക. തീർച്ചയായിട്ടും. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ അറിയാം എങ്ങനെ സാമ്പത്തിക മാന്ദ്യത്തിലേക്കോ അതോ സമാധാനത്തിലേക്കോ ആണോ ലോകം പോകുന്നതെന്ന്. എന്തായാലും ഒരുപാട് നന്ദി ജഗത്, വർണ്ണനോട് സംസാരിച്ചു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.